ഹായ് 2021 പുറത്തിറങ്ങിയ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചലച്ചിത്രം ഏക് ദുവ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു സാമൂഹിക പ്രശ്നം ചർച്ച ചെയ്യുന്ന ഈ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ആബിദ എന്നൊരു സ്ത്രീയെയും മകൾ ദുവയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇരുവരും ഒന്ന് മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ആബിദ ഒരു കടയിലെത്തി. സാധനം കൊടുത്തതിനു ശേഷം ആ കടക്കാരൻ പറഞ്ഞു, ഇപ്പോഴും കടം പറഞ്ഞാണോ വാങ്ങിക്കൊണ്ടുപോകുന്നത്? മുമ്പുള്ള കടമൊക്കെ എപ്പോ തരും? അടുത്ത മാസം ആദ്യത്തോടെ തന്നേക്കാം, എല്ലാ കടവും തീർത്തേക്കാം. അതും പറഞ്ഞ ആബിദ മകളെയും കൂട്ടി അവിടെ നിന്ന് മുമ്പോട്ടേക്ക് നടന്നു. പോകുന്ന വഴിയിൽ അവരൊരു തുണിക്കട കണ്ടു. ആ തുണിക്കടയിൽ കിടന്ന പിങ്ക് ഡ്രസ് ആബിദയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ദുവായ്ക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദുവാക്കായി അത് വാങ്ങണം എന്ന് ആബിദ കരുതി. പക്ഷേ വില ചോദിച്ചപ്പോഴാണ് അതിന് കുറച്ചധികം വില കൂടുതലാണ്. ആബിദയുടെ പക്കൽ അത്രയും പണമൊന്നുമില്ല. അത് കേട്ടതും ആബിദ ദുവയുടെ കാതിൽ രഹസ്യമായി എന്തോ പറഞ്ഞു. കടക്കാരൻ വളരെ വിചിത്രമായി ആബിദയെ നോക്കുന്നുണ്ടായിരുന്നു. അയാൾക്കൊന്നും വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല ആബിദ എന്തായി ചെയ്യുന്നത് എന്നായിരുന്നു അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും അവിടെ നിന്ന് ആബിദ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് അവൾ വന്നു കയറുമ്പോൾ അവളുടെ അമ്മായിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. വൈകി വന്നതിന്റെ പേരിൽ അവർ അവളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആബിദ പക്ഷേ മറുപടിയൊന്നും പറഞ്ഞതേയില്ല. പിന്നാലെ നമ്മൾ ആബിദയുടെ ഭർത്താവ് സുലൈമാനെ പരിചയപ്പെടുന്നു. സുലൈമാൻ ഒരു ടാക്സി ഡ്രൈവറാണ്. ടാക്സിയിൽ നിന്നുള്ള വരുമാനമാണ് ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. ആബിദ സ്കൂളിൽ വിടുവാൻ വേണ്ടി മകനെ തയ്യാറാക്കി. പിന്നാലെ സുലൈമാൻ ടാക്സിയിൽ മകനുമായി സ്കൂളിലേക്ക് പുറപ്പെട്ടു. അവർ പോകുമ്പോ ദുവ വാതിൽക്കൽ നിന്ന് തന്റെ സഹോദരൻ പോകുന്നത് നോക്കി നിന്നിരുന്നു. ദുവ അത് കണ്ട് ദുഃഖിതയായിട്ടുമുണ്ട്. അവളെ കൊണ്ടുപോയില്ലല്ലോ. ആബിദ മുകളിൽ നിന്ന് ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. തന്റെ അടുത്തേക്ക് ആബിദ മകളെ വിളിച്ചു, നീ സ്കൂളിൽ പോകണ്ട, വിഷമിക്കണ്ട, കുട്ടികളുടെ കൂടെ പോയി കളിച്ചു. ആബിദ അവളെ പറഞ്ഞയച്ചു. അവിടെ നിന്ന് പോയ ദുവ കുട്ടികളുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ആബിദ അത് നോക്കിക്കണ്ടു. സുലൈമാൻ സാധാരണ ടാക്സി ഇടുന്ന ഇടത്തെത്തി കസ്റ്റമറിനായി കാത്തിരിക്കാൻ ആരംഭിച്ചു. പക്ഷെ ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും അയാളുടെ കാത്തിരിപ്പ് നീണ്ടു. ഇതിനിടയിൽ പലപ്പോഴായി ഓൺലൈൻ ടാക്സിക്കാർ വന്ന് ആളുകളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെയുണ്ട്. നിരാശയോടെ അവനത് നോക്കിക്കണ്ടു. എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്യാബുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. AC കാറുകളെ. സാധാരണ പഴയ ടാക്സികൾ ആരും വിളിക്കാറേയില്ല. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ വരുമാനമായിരുന്നു സുലൈമാൻ ഉണ്ടാക്കാനും പറ്റിയിരുന്നത്. വൈകുന്നേരമായപ്പോൾ സ്കൂളിൽ നിന്ന് മകനെ കൂട്ടാൻ ആബിദ ദുവായുമായിട്ട് പോയി. ആബിദയെ കണ്ടതും സ്കൂൾ വിട്ട് മകനടുത്തേക്ക് ഓടി വന്നു. സ്കൂളിന് വെളിയിൽ ഐസ് വിൽക്കുന്ന കടക്കാരനുണ്ടായിരുന്നു. മകൻ തനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ ആബിദ 2 ഐസ് മേടിച്ചു. ഒന്ന് ദുവായ്ക്കും ഒന്ന് മകനും കൊടുത്തു. ആ ഐസ് കച്ചവടക്കാരനും വല്ലാത്തൊരു സംശയത്തോടെ ആബിദയെ നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് എല്ലാവരും ആബിദയെ ഇങ്ങനെ നോക്കുന്നത്? ആബിദ എന്ത് പ്രവൃത്തിയാകും ചെയ്തത്? നമുക്ക് വഴിയെ അറിയാം. മറുവശത്ത് സുലൈമാനാകട്ടെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരാളെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ച് പണം കടം വാങ്ങാനാണ്. അടുത്ത ദിവസം ഈദാണ്. ഈദ് ആഘോഷിക്കണമെങ്കിൽ പോലും കയ്യിൽ പണമില്ല. അതുകൊണ്ടായിരുന്നു അയാൾ അവിടെ എത്തിച്ചേർന്നത്. സുലൈമാനെ നേരത്തെ അറിയാവുന്ന പണം കടം കൊടുത്ത വ്യക്തി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടാ, നിന്റെ ഈ ടാക്സി സർവീസ് ഒക്കെ നിർത്തി ഓൺലൈൻ ക്യാബിന്റെ ജോലിയിൽ ജോയിൻ ചെയ്യ്. നിനക്ക് അത്യാവശ്യം നല്ല വരുമാനമെങ്കിലും കിട്ടും, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. സുലൈമാൻ പറഞ്ഞു, ആ ടാക്സി എന്റെ വാപ്പയുടേതായിരുന്നു. അദ്ദേഹം അവസാനമായി സൂക്ഷിച്ചു കൊണ്ടു നടന്നത്. അത് വിൽക്കാൻ എനിക്ക് സാധിക്കില്ല. അന്ന് രാത്രിയോടെ സുലൈമാൻ വീട്ടിൽ മടങ്ങിയെത്തി. ബെഡ്റൂമിലിരുന്ന് ആബിദയും സുലൈമാനും സംസാരിച്ചു. ആബിദ ചോദിച്ചു, പണത്തിന്റെ കാര്യം വല്ലതും ശരിയായോ? ഈദ് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? സുലൈമാൻ പറഞ്ഞു, ഈദിനുള്ള പണമൊക്കെ ശരിയായിട്ടുണ്ട്. എന്നാലും ഞാനൊരു കൊല്ലം മുഴുവൻ കഠിനമായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈദാവുമ്പോ പണം കടം വാങ്ങേണ്ടുന്ന അവസ്ഥയാണ്. ആളുകൾക്കൊന്നും ഇപ്പോ നമ്മുടെ ടാക്സിയിൽ കയറാനൊന്നും വലിയ താല്പര്യമില്ല. എല്ലാവരും AC കാറുകളിലൊക്കെയാ പോവാൻ ഇഷ്ടപ്പെടുന്നത്. ആബിദ പറഞ്ഞു, വിഷമിക്കണ്ട, പതിയെയാണെങ്കിലും എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ, ഒക്കെ ശരിയാകും. പിന്നാലെ ഇരുവരും ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദുവ കടന്നു വന്നത്. താൻ ഉമ്മയുടെ കൂടെ കിടന്നോട്ടെ എന്ന് ദുവ ചോദിച്ചു. അതിനെന്താ എന്ന് പറഞ്ഞ് ആബിദ മകളെ തന്റെ കൂടെ ചേർത്ത് കിടത്തി. അതുകണ്ട് ആ ശബ്ദം കേട്ട് സുലൈമാൻ തിരിഞ്ഞു നോക്കി. വല്ലാത്തൊരു ഭാവത്തോടെ ആബിദയെയും ദുവയെയും അയാൾ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഈദിന്റെ ദിനമായിരുന്നു. രാവിലെ തന്നെ കുടുംബം തയ്യാറായി പുതുവസ്ത്രങ്ങൾ ധരിച്ചു. അവർ അടുത്തുള്ള ഒരു ദർഗയിൽ പ്രാർത്ഥിക്കാനും മറ്റും പോയി. തിരികെ വരുന്ന വഴിയിൽ എല്ലാവർക്കും ഈദ് സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി സുലൈമാൻ കടയിലേക്ക് ചെന്നു. മറ്റുള്ളവർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. വൈകുന്നേരത്തോടെയാണ് സുലൈമാൻ മടങ്ങിയെത്തിയത്. കയ്യിൽ സമ്മാനങ്ങളുമുണ്ട്. സുലൈമാൻ താൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ ഉമ്മയ്ക്കും മകനും ആബിദയ്ക്കും കൊടുത്തു. പക്ഷേ ദുവയ്ക്ക് വേണ്ടി അയാൾ സമ്മാനങ്ങളൊന്നും വാങ്ങിയിരുന്നേയില്ല. കുറച്ച് മാറി നിന്ന് അവരുടെ സന്തോഷങ്ങളും
കളിക്കുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതുമെല്ലാം ദുവ ദുഃഖത്തോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ വേദന കൊണ്ട് അവൾ കരയാനും ആരംഭിച്ചു. ഈ സമയത്താണ് ആബിദ ദുവയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവളെ മുറിയിലേക്ക് നിർത്തി അവൾക്കായി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ ആബിദ കൊടുത്തു. മുമ്പ് അവർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഫ്രോക്ക് കണ്ടിരുന്നല്ലോ. ആ ഫ്രോക്ക് രഹസ്യമായി വാങ്ങിച്ച് ആബിദ സൂക്ഷിച്ചിരുന്നു. അതായിരുന്നു ഗിഫ്റ്റായി ആബിദ മകൾക്ക് കൊടുത്തത്. ദുവയ്ക്കും അത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നി. പിന്നാലെ ആബിദ ദുവയ്ക്ക് കീർ കൊടുക്കാൻ ആരംഭിച്ചു, ഒരു മധുരപലഹാരം. അവരങ്ങനെ മുറിയിൽ തുടരുമ്പോൾ പുറത്തുകൂടി പോകുന്ന സുലൈമാൻ അത് നോക്കിക്കണ്ടിരുന്നു. വല്ലാതെ ഇറിറ്റേറ്റഡായി അയാൾ അകത്തേക്ക് നോക്കി. ആ ഉമ്മയുടെയും മകളുടെയും സ്നേഹത്തിൽ അയാൾക്ക് ദേഷ്യമായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. അയാളുടെ ഭാവത്തിലും അത് പ്രകടമായിരുന്നു. ഒരു കാര്യം വ്യക്തമാവുന്നുണ്ടായിരുന്നു, ആ വീട്ടിൽ ആബിദയ്ക്ക് മാത്രമേ ദുവയെ ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളവർക്കാർക്കും അവളോടൊരു സ്നേഹം പോലുമില്ല. അന്ന് തന്റെ അമ്മയ്ക്കൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ സുലൈമാന്റെ അമ്മ അയാളോട് പറഞ്ഞു, നമ്മുടെ വീട്ടില് ഒരു ആൺകുഞ്ഞുകൂടി ജനിക്കണം, എന്നാലേ വീട്ടില് ബർക്കത്ത് അഥവാ ഐശ്വര്യമുണ്ടാവുകയുള്ളൂ. സുലൈമാൻ പറഞ്ഞു, ഒരു ആൺകൊച്ചുണ്ടായിട്ട് തന്നെ വീട്ടിലെ ചെലവുകൾ വളരെയധികം അധികമാണ്. അവന് വേണ്ട കാര്യങ്ങൾ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ മറ്റൊരു കുട്ടി കൂടിയായ പറയാൻ വേണ്ടല്ലോ. അവനെ എങ്ങനെ വളർത്തും? അതിന് പണം വേണ്ടേ? ഞാൻ പറഞ്ഞെന്നേയുള്ളൂ, ഒരു ആൺകുട്ടി കൂടി ഉണ്ടായ അത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ചും നീ വയസ്സാവുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. 2 ആൺകൊച്ചുങ്ങളുണ്ടെങ്കിൽ അത് നിനക്ക് ഒരുപാട് ഉപകരിക്കും. എന്റെ കാര്യം തന്നെ നോക്ക്, എനിക്കൊരു ആൺകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നീ നേരിടുന്ന ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടാ നിനക്കും 2 ആൺകുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സുലൈമാൻ ആലോചനയിൽ മുഴുകി. ഒരുപക്ഷെ അമ്മ പറയുന്നത് ശരിയായിരിക്കും എന്ന മട്ടിലായിരുന്നു അയാളുടെ ചിന്തകൾ കടന്നുപോയത്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ആബിദ ആദ്യ കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയം ആബിദയും ഭർത്താവിന്റെ അമ്മയും കൂടി ആശുപത്രിയിൽ പോയിരുന്നു. അതിനോടകം അവർക്കറിയാവുന്ന അവിടുത്തെ ലോക്കൽ സാധ്യതകൾ ഉപയോഗിച്ച് ആബിദയ്ക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. ആശുപത്രിയിലേക്ക് അവർ അപ്പോൾ എത്തിയതിനും ഒരു കാരണമുണ്ട്. അവരുടെ കുടുംബത്തിൽ ജനിക്കുന്ന ആദ്യ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കണമത്രേ. അതുകൊണ്ട് ഇപ്പോൾ ഗർഭാവസ്ഥയിലുള്ള ശിശുവിനെ ഇല്ലാതാക്കണം എന്നാണ് സുലൈമാന്റെ അമ്മ പറഞ്ഞത്. ആബിദയോടാണെങ്കിൽ മുൻകൂട്ടി അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നുമില്ല. അത് കേട്ടതും ആബിദയ്ക്ക് ദേഷ്യമായിരുന്നു വന്നത്. ആബിദ പറഞ്ഞു, ഈ കുട്ടി ഈശ്വരന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ആരാണ്? എന്റെ മോൾക്ക് ഒരു ആപത്തും വരുത്താൻ ഞാൻ തയ്യാറല്ല. അത് ആബിദയുടെ അമ്മായിമ്മക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അവിടെ വെച്ച് ഒരു വാക്കുതർക്കം തന്നെ ഉടലെടുത്തു. സുലൈമാനും ആബിദയുടെ വായടപ്പിക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം സുലൈമാനും ആഗ്രഹിച്ചത് അയാളുടെ അമ്മ പറയുന്നത് നടക്കാനായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഡോക്ടർ അതിൽ ഇടപെട്ടു. ഡോക്ടർ കൃത്യമായി പറഞ്ഞു, നിങ്ങളിപ്പോ പറയുന്നതും ഈ പ്രവർത്തിക്കാൻ പോകുന്നതും ജാമ്യം പോലും കിട്ടാത്ത നിയമപ്രകാരമുള്ള കുറ്റമാണ്. നിങ്ങളിവിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കിയാൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിങ്ങൾ ജയിലിൽ പോകും. അത് കേട്ടതും സുലൈമാനും അമ്മയും ഒന്ന് വിറച്ചു. ഭയന്നവർ വീട്ടിലേക്ക് തിരികെ പോയി. വീട്ടിലെത്തിയതിനു ശേഷം സുലൈമാന്റെ അമ്മ തന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, എനിക്കെന്റെ വീട്ടിൽ പെൺകുഞ്ഞു വേണ്ട, ആൺകുഞ്ഞ് ജനിച്ചാൽ മതി. അവളാണെങ്കിൽ ഒരു പെൺകുഞ്ഞിനെയാ ഗർഭം ധരിച്ചിരിക്കുന്നത്. ഈ പ്രശ്നമൊന്നും ഇല്ലാതാക്കാൻ നിന്റെ കയ്യിൽ വല്ല വഴിയുമുണ്ടോ? ആ സ്ത്രീ ആബിദയുടെ അമ്മായിയമ്മയുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പാലിൽ കലക്കി ഒന്നും അറിയാത്ത പോലെ അവൾക്കങ്ങ് കൊടുത്തേച്ചാ മതി, ഒക്കെ ശരിയായിക്കോളും. അതുമായി ആബിദയുടെ അമ്മായിയമ്മ നേരെ വീട്ടിലെത്തി കിച്ചണിലേക്ക് കടന്നു. ആബിദയ്ക്ക് കുടിക്കുവാൻ വേണ്ടി അവിടെ പാലെടുത്ത് വെച്ചിരുന്നു. അതിലേക്ക് ആരും കാണാത്ത വിധം ആ പൊടിയങ്ങ് കലക്കി. ഒന്നും മിണ്ടാതെ അവർ പിന്നീട് പുറത്തു കടന്നു. പാവം ആബിദയാകട്ടെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ വന്ന് ആ പാലെടുത്തു കുടിച്ചു. കുറച്ചു സമയം പിന്നിട്ടതും ആബിദയുടെ വയറ്റിൽ ശക്തമായി വേദന എടുക്കാൻ ആരംഭിച്ചു. ജീവൻ പറഞ്ഞു പോകുന്ന പോലുള്ള വേദന. ഉച്ചത്തിൽ അവൾ അമ്മായിയമ്മയെ വിളിച്ചു. പുറത്തുണ്ടായിരുന്നിട്ടും അവരാ വിളി കേൾക്കാത്തതുപോലെ ഇരുന്നു. വേദന കൊണ്ട് ആബിദ വല്ലാതെ പൊളഞ്ഞു. അവളുടെ കാലിലൂടെ രക്തം മൂർന്നിറങ്ങാൻ ആരംഭിച്ചു. ആബിദയുടെ വയറ്റിലുണ്ടായിരുന്ന ആ ശിശു കൊല്ലപ്പെടുകയായിരുന്നു. ദുവ എന്ന് പേരിട്ട് വിളിച്ചു വളർത്താൻ ആബിദ കൊതിച്ചിരുന്ന ആ ഒരു കുട്ടി. ആ ഒരു നിമിഷത്തിലാണ് കഥയുടെ യാഥാർത്ഥ്യം വീണ്ടും ബോധ്യപ്പെടുന്നത്. ആദ്യം തൊട്ട് ആബിദ ദുവ തന്റെ കൂടെയുള്ള പോലെ അവളെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ദുവയെ ആബിദയ്ക്ക് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. തന്റെ ആദ്യ കുഞ്ഞ് ഗർഭഛിദ്രം സംഭവിച്ച് നഷ്ടപ്പെട്ടത് ആബിദയ്ക്ക് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല. അന്നു മുതൽ ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെ ആബിദ വിശ്വസിച്ചു. അതുകൊണ്ടായിരുന്നു പബ്ലിക് സ്പേസിൽ വെച്ച് ആബിദ തന്റെ മകളോടെന്ന പോലെ സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചിത്രമായി ആബിദയെ നോക്കുന്നത്. വീട്ടിലും അത് തന്നെയായിരുന്നു അവസ്ഥ. ദുവ ഒരിക്കലും ആബിദയുടെ കൂടെ ഉണ്ടായിട്ടേയില്ല. ദുവ എന്നത് ആബിദയുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. ആബിദ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്കാൻ റിപ്പോർട്ട് അവൾ എടുത്തു നോക്കി.
നൽകി. മുമ്പ് ദുവയെ ഗർഭം ധരിച്ചപ്പോഴുള്ള സ്കാൻ റിപ്പോർട്ടായിരുന്നു അത്. ഇതേസമയം പുറത്ത് സുലൈമാൻ തന്റെ അമ്മയുടെ പക്കലെത്തിയിരുന്നു. ആബിദ ഗർഭിണിയാണെന്നും ആൺകുട്ടിയാണ് എന്ന കാര്യവും അയാൾ സന്തോഷത്തോടെ തന്റെ അമ്മയ്ക്കടുത്ത് പറഞ്ഞു. ആബിദയെ അയാൾ പുറത്തേക്ക് വിളിച്ചു. ആബിദ പറഞ്ഞു, ഞാൻ പിന്നാലെ വരാം, ഞാനിപ്പോൾ പ്രാർത്ഥനയിലാണ്. ആ ദൃശ്യത്തിൽ ഈ ഒരു ചെറിയ ചലച്ചിത്രം അവസാനിക്കുകയാണ്. പക്ഷേ ഈ ചലച്ചിത്രം പറഞ്ഞു വെക്കുന്ന കുറെ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഇന്നും നിലനിന്നു പോകുന്ന കാര്യങ്ങൾ. അഭ്യസ്തവിദ്യരുള്ള കേരളത്തിൽ പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളെടുത്താൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ ഒരു കൊല്ലത്തിൽ 2 കോടി പെൺകുട്ടികൾ ഗർഭാവസ്ഥയിലെ കൊല്ലപ്പെടുന്നുവെന്നാണ്. ആൺപെൺ ജനസംഖ്യാനുപാതത്തിന്റെ കണക്കുകളിൽ വരുന്ന വ്യത്യാസങ്ങളും അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. സാംസ്കാരികമായ ആൺകുട്ടി പക്ഷപാതവും സ്ത്രീധനം പോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളടക്കം പല കാര്യങ്ങളും ഇതിന് കാരണമാവുന്നുണ്ട്. പെൺഭ്രൂണഹത്യ തടയാൻ ഗവൺമെന്റ് പല നിയമങ്ങളും കൊണ്ടുവന്നിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം നിർണയിക്കുന്നത് മുതൽ നിയമപ്രകാരം ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെങ്കിലും നിയമമേ ഇല്ലെന്ന മട്ടിൽ ഇപ്പോഴും അത് വലിയ തോതിൽ നടന്നു പോകുന്നുണ്ട്. പലപ്പോഴും നിസ്സഹായരായ സ്ത്രീകൾക്ക് തങ്ങളുടെ വാക്കുകൾ ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിയാറില്ല. ആബിദയെപ്പോലെ അവരൊടുവിൽ മാനസിക ആഘാതത്തിൽപ്പെടുന്നു. ഈ അവസ്ഥകളൊക്കെ മാറപ്പെടും. ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ലോകത്തിന് ഒരേപോലെ വിലപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം വളർന്നുവരും എന്ന പ്രതീക്ഷയിൽ കഥ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.